ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന. ഇന്ന് നമ്മൾ പോണത് ഒമാൻ്റെ ഹിസ്റ്റോറിക് സിറ്റി ആയിട്ടുള്ള നിസ്വയിലേക്കാണ്. പണ്ടത്തെ ഒമാൻ്റെ ക്യാപിറ്റലും കൂടിയാണ് നിസ്വ. മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം ഉണ്ട് റൈഡ്. അത് ഏകദേശം ഒരു 160 കിലോമീറ്ററോളം വരും. നിസ്വയിൽ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. ആൻസിയൻ ഫോർട്ട്, ട്രഡീഷണൽ സൂക്ക്, മൗണ്ടെയിൻ സീനറി എല്ലാം ഉണ്ട് ഇവിടെ. അതായത് ജബൽ അക്തറും ജബൽ ഷംസും ഒക്കെ ഉള്ളത് നിസ്വയിലാണ്. നമ്മളെ കൊണ്ട് ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും കാഴ്ചകളാണ് കാണാനുള്ളത്. പോണ വഴിയൊക്കെ അടിപൊളി സീനറിയാണ്. ഹൽഹൂത്ത കേവിലാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു കേവിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ എന്നൊക്കെ നോക്കാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കേവിൻ്റെ ഒരു 3D മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. കേവിൻ്റെ ഉൾവശമല്ല, അങ്ങോട്ട് പോണ വഴിയും മലകളൊക്കെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. എക്സാക്റ്റ് ഇതുപോലെ തന്നെയാട്ടോ ഉള്ളത്. പിന്നെ ഇവിടെ ടിക്കറ്റ് ചാർജ് ഉണ്ട്. ഒരാൾക്ക് 7.350 റിയാലാണ്. പിന്നെ 6 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ടിക്കറ്റ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് കേവിൻ്റെ ഉള്ളിലേക്ക് 400 മീറ്റർ ആട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുവരികയൊക്കെ ചെയ്യുക. പണ്ട് ഇവിടെ ട്രെയിൻ സർവീസ് ആയിരുന്നു പോലും. പിന്നെ ട്രെയിൻ കംപ്ലൈൻ്റ് ആയി അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അത് നിർത്തിയിട്ട് ഇതുപോലത്തെ ചെറിയ വണ്ടിയിലാട്ടോ കൊണ്ടുവരികയൊക്കെ ചെയ്യുക. ഈ വണ്ടിയിലൂടെ ഉള്ള ഈ യാത്ര ഭയങ്കര രസമാട്ടോ. തുറന്ന വണ്ടിയാണല്ലോ, അതുകൊണ്ട് നല്ല കാറ്റും പിന്നെ മലയും ഒക്കെ നല്ല സീനറിയൊക്കെ ആയിരുന്നു. നല്ല രസമാണ് കാണാൻ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ തുടക്കത്തിലൊരു വണ്ടി മുന്നിൽ തന്നെ കിടക്കുന്നത്, അതായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ വണ്ടിയെ. One time I came here. There was rain. Then stop. Another time it stopped. ഗോവ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാം ഇപ്പോൾ. ഫോട്ടോ എടുത്താ ട്രെയിൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒഴിവാക്കി. ആ ട്രെയിനാണ് അവിടെ മുന്നിലുള്ളത്. ഇതിൻ്റെ ഉള്ളിലോ ഓടാനോ? ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടാൻ ഇതൊക്കെ നോക്കും. ഗുഹയാണ് ഗുഹ. എന്താ ഗുഹ? കേവ്. എന്താ പറഞ്ഞാൽ കേവ്. കേവ് 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 കേവ്. ആ കേവ് കേവാണത്. സേഫ്റ്റി നോട്ടീസ്. ഹൈ ഹ്യൂമിഡിറ്റി may cause respiratory power, uneven surface flooring is slippery. നല്ല കാറ്റിടുന്നു. അല്ല ഫാൻ ഉണ്ടോ തോന്നുന്നു. AC ഉണ്ട് പൊന്നോ.
കയറി വരുമ്പോൾ തന്നെ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അതെന്തൊക്കെയാണെന്നറിയോ? ഇവിടെ ഹൈ ഹ്യൂമിഡിറ്റി ആയതുകൊണ്ട് റെസ്പിറേറ്ററി അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലാക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ സ്ലിപ്പറി ഏരിയ കുറേ ഉണ്ട്. പിന്നെ എപ്പോൾ വേണമെങ്കിലും റോക്സൊക്കെ തലയിൽ വീഴും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കേവിനെ പറ്റി പറയുകയാണെങ്കിലേ 20 ലക്ഷം വർഷമാണ് പഴക്കം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മില്യൺ ഇയേഴ്സ്. എന്താല്ലേ, എത്ര പഴക്കം ചെന്ന ഗുഹയാണ്. കേവ് ഏകദേശം 4.5 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മളാകെ 800 മീറ്റർ മാത്രമേ കവർ ചെയ്യുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ലേക്കാണ്. എവിടുന്നോ വെള്ളം ഒലിച്ച് വരുന്നതാണ് ഇത് അവർ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ. മോന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ ലൈറ്റും ഈ ഇതേപോലത്തെ ഈ പൂള് പോലെയൊക്കെ കണ്ടിട്ട്. നല്ല രസമുണ്ട് ഈ ഒരു ഭാഗം കാണാൻ. പിന്നെ ഉള്ളിലൊക്കെ നിറയെ കല്ലുകളും എന്താ പറയുക, നമ്മളെ തലയൊക്കെ തട്ടിപ്പോകും എന്നുള്ള രീതിയിൽ നമ്മൾ കുമ്പിട്ടിട്ടും അങ്ങനെയൊക്കെ പോകണം. നല്ല ഒരുപാട് ഇങ്ങനെ വെള്ളം ഊറുന്ന പോലുള്ള കുറേ പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതെ, ഈ ഒരു ഭാഗം കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും എന്തോ സാധനം അങ്ങനെ ഉറ്റി വീണ പോലെ അല്ലേ. ഈ ഭാഗത്ത് മാത്രമല്ല പല ഭാഗങ്ങളിലും ഇങ്ങനെ തന്നെയാട്ടോ. അതെന്താണെന്നറിയോ? പണ്ടെന്ന് പറഞ്ഞാൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഗുഹേൻ്റെ മുകളിലും അതിൻ്റെ ചുറ്റപ്പെട്ട ഏരിയകളിലൊക്കെ നിറയെ വെജിറ്റേഷൻ ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ മരങ്ങളായിരുന്നു. ആ മരത്തിൻ്റെ വേരിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മണ്ണിലുള്ള വാട്ടറുമായി ചേർന്നിട്ട് കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് നമ്മുടെ ഗുഹേൻ്റെ നേർത്ത പാളികളിലൂടെ ഊർന്നിറങ്ങുമ്പോൾ ഗുഹേൻ്റെ ഉള്ളിലുള്ള ലൈം സ്റ്റോണുമായി റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് ഇങ്ങനത്തെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് മുകളിൽ നിന്നുള്ള കൂർത്ത പാളികളെ സ്റ്റാലക്ടൈറ്റ്സ് എന്നും താഴത്തു നിന്നുള്ള കൂർത്ത പാളികളെ സ്റ്റാൽഗമേറ്റ് എന്നും കേട്ടോ വിളിക്കുന്നത്. ഇത് ഗണപതി നാരവർ. ആ ഉണ്ട്, ഇപ്പം തോന്നി. ചമ്മറം പടിഞ്ഞിരുന്നപ്പോൾ അങ്ങനെ തോന്നി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർത്തമാനം പറയാനൊന്നും വയ്യട്ടോ. കാരണം എന്താണെന്നറിയോ, ഭയങ്കര കിതപ്പായിരുന്നു. കുറേ ദൂരം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറാനുണ്ടല്ലോ. പിന്നെ നല്ല ഹ്യൂമിഡിറ്റി വേണം അതിൻ്റെ അകത്തെ. പിന്നെ ആ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ ഗണപതി എന്ന് ഞങ്ങൾക്കൊക്കെ തോന്നിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നൊന്നും അറിയില്ലേ? പിന്നെ പറയുന്നുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ റെഡിഷ് കളറാണ് ഉള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിനറൽസും അയേൺസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്നാട്ടോ പറയണത്. ഇതാ ഈ ഭാഗത്തൊക്കെ കണ്ടോ റെഡിഷ് കളറ്, അതും പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ലാർജസ്റ്റ് ലേക്ക്. ഇത് 900 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 10 to 15 മീറ്റർ ആണ് ഇതിൻ്റെ ഡെപ്ത്. ഇതുപോലത്തെ കുട്ടി 3 കൂടി ഉണ്ട് കേട്ടോ ലേക്ക്. പിന്നെ ആകെ ഈ കേവ് 5 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അതിൽ നമ്മൾ ആകെ 10% മാത്രമേ കവർ ചെയ്യണുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ലേക്കാണെന്നാണ് പറയണത്. പിന്നെ ഇവിടെ ഒരു തരം ഫിഷ് ഉണ്ട്, ബ്ലൈൻഡ് ഫിഷ്. അതെന്താ ബ്ലൈൻഡ് ഫിഷ് എന്ന് വിളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഒരു ലെയർ ഓഫ് സ്കിൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ബ്ലൈൻഡ് ഫിഷ് എന്ന് വിളിക്കുന്നത്. ഈ സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങളിൽ മാത്രമേ ആ ഫിഷ് കണ്ടുവരുള്ളൂ കേട്ടോ.
ഇതാണ് കേവിൻ്റെ ബിഗ് ഹോള്. ഇതിലൂടെ ഇങ്ങനെ ഇതുവരെയുള്ളൂ. ഇനി ഇതിലൂടെ ചുറ്റിയിട്ട് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാട്ടോ ചെയ്യുക. കേവ് എന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഗാലറിയിലേക്കാണ്. ഗാലറി ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഒരു ബിൽഡിങ്, അതിൻ്റെ മുകളിലാട്ടോ. അവിടെ കുറേ ക്രിസ്റ്റൽസും സ്റ്റോൺസും റോക്സും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ മില്യൺ ഓഫ് ഇയേഴ്സ് ആണ് കേട്ടോ പഴക്കം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ബ്ലൈൻഡ് ഫിഷ്, അതിവിടെ ഉണ്ട്. അതിനൊരു പിങ്കിഷ് കളറാണ്. ഞാൻ വിചാരിച്ചത് അതിന് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവുന്ന കേട്ടോ. അത് നമ്മളെ നാട്ടിൽ കാണുന്ന പരൽമീനില്ലേ, അതിൻ്റെ അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കേവിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.